എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉത്രാട ദിന ആശംസകൾ. അപ്പോൾ ഇന്നൊരു മത്തങ്ങ പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് വേഗത്തിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. 250 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമുക്കൊരു 200 ഗ്രാം ശർക്കര ഒന്ന് പാണിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം അരിപ്പൊടി ആയാലും മതി. ഞാനിവിടെ റവയാണ് എടുത്തേക്കുന്നത്. 2 സ്പൂൺ റവ എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങയുടെ 2ാം പാലുണ്ടല്ലോ, ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ 2ാം പാലിലേക്ക് ഒരു 2 സ്പൂൺ റവ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഉള്ളവരെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചരി എല്ലാം കുതിർത്തിട്ട് നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടി പോലെ തരിതരിയായിട്ട് പൊടിച്ചിട്ട് അതാണ് എടുക്കുന്നത്. ഇപ്പോഴുള്ളവരും അങ്ങനെയായിരിക്കും, പക്ഷേ ഞാനിതിന് റവയാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പം നമ്മൾ മത്തങ്ങ നന്നായിട്ട് ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ച് നല്ല വെണ്ണ പോലെ ആക്കിയെടുക്കും. ഞങ്ങളിവിടെ കുറച്ച് അംഗങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഒരുപാട് സാധനങ്ങൾ നമ്മളെടുത്ത് അത് വേസ്റ്റാക്കി കളയുന്നതിനേയും കാട്ടിയും കുറച്ച്, അതായത് ആ വീട്ടിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആഹാര സാധനങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി കളയാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കൂട്ടുകാരെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മത്തങ്ങ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്നൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ആണേ. അപ്പം നമ്മുടെ മുന്തിരിങ്ങയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് അത് കരിയാതെ കോരി വെക്കണം കേട്ടോ. അത് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. അതിനുശേഷം ബാക്കിയുള്ള നെയ്യിൽ നമ്മുടെ മത്തങ്ങ എടുത്തിട്ട് ഒരു 7-8 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത് നമ്മൾ ഈ മത്തങ്ങ നെയ്യിൽ ഇങ്ങനെ വഴറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നെയ്യുടെ മണം ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പാണിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ഒരു അരിപ്പെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ശർക്കര ഒഴിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുകി ഇങ്ങനെ വരുന്ന ഒരു പരുവുണ്ട്. അന്നേരത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കട്ടയായിട്ട് കിടക്കുന്നതെല്ലാം നന്നായിട്ട് ഈ ശർക്കരയിൽ അങ്ങ് ലയിക്കും. അതിനുശേഷം വേണം നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഇങ്ങനെ കുറുകുറാന്ന് കുറുകി വരും. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2ാം പാലും റവയും കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും ശർക്കരയും നെയ്യും തേങ്ങാപ്പാലും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിനി 1 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കേണ്ടുന്നത്. അതും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് കുറുകി വരുന്നുണ്ട്. അതേപോലെ ചെറിയ ഫ്ലെയിമിൽ വേണം നിങ്ങളിത് 1ാം പാൽ ഒഴിക്കുന്ന സമയത്തായാലും ഒക്കെ വെക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി നല്ല സെറ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ 1ാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പായസത്തിൻ്റേതായ ഒരു മണവും നമ്മുടെ ഓണം നമ്മുടെ അടുക്കളയിൽ വന്ന ഒരു ഫീലും കൂടെ ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് കൂട്ടുകാരെ, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ലാസ്റ്റിൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. അപ്പം നമ്മുടെ ഈ രുചിയേറിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സ്വാദോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.